അവരുടെ സെന്ററിൽ കിട്ടിയാവോ. അങ്ങനെ ആ ഒരു നമ്മുടെ കോർക്ക് എടുക്കാൻ വേണ്ടി അബു മതിൽമുക്കൂടെ കയറിയിട്ടതാ ആ കോർക്ക് എടുക്കാൻ കഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മുടെ വീഡിയോ പാർട്ട് 6 ആണ് തോന്നുന്നത്. അതാ അങ്ങനെ ഷീറ്റിന്റെ മുകളിൽ കുടുങ്ങിയ കോർക്ക്. അബു അവിടെ നിന്നാ നല്ലത്, കാരണം എന്താ ഇടക്കൊക്കെ പോവും. അത് ഒറ്റ കളിച്ചോട്ടെ. ഓക്കെ, ഇപ്പൊ എത്തിയില്ലേ, കിട്ടിയില്ലേ? ഇവിടെ എത്തിയില്ല. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിങ്ങളോട്, പറഞ്ഞ കേക്കണം. അപ്പൊ എത്തൂല, കേറൂല, ഷോക്കടിച്ച് ചാവും. ഡ്രോണ് ബാറ്ററി വേണം ആർന്നു. ആർക്കുണ്ട് അതെന്താറിയോ, ഒരു ലെവൽ വരെ ഇങ്ങനെ പോകും കേട്ടോ, പിന്നെ അടിക്കൂടൊക്കെ പാടതാ. അങ്ങനെ കോർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ റിതു ദ ഇന്റർനാഷണൽ പ്ലെയർ റിതു ബാറ്റുമായി വാമപ്പ് ചെയ്യാൻ പോകുന്നു. അവിടെ അബുദ മതിലിന്റെ മുകളിൽ നിന്നും കണ്ടി അവരുടെ സെന്ററിൽ കിട്ടിയാവോ. ഒന്നും ചാടൂടാ. ഈ മതിലിന്റെ മുകളിൽ നിന്ന് ചാടിയ കാലൊടിയേ എന്തൊരു ചെങ്ങായേ. മോദി കുത്തി വീണ് വീഡിയോ ദൃശ്യം കൂടെ കിട്ടിയെന്ന് എനിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ കണ്ടിന്യൂ. ഓക്കെ, കളിച്ചോ അവിടെ വേണം കളിക്കണില്ലേ? നിർത്തിയോ? ഇനി പറഞ്ഞ നിർത്താം. കളിച്ചോ, ഇതിന് കഴിയട്ടെന്നാ. കളിച്ചോ. ആദ്യം 5 പോയിന്റ് ജയിച്ചു. 5 പോയിന്റ് എടുക്കും. ഓക്കെ, സോ വീണ്ടും ഇയാൾക്ക് വയ്യ എന്ന് പറഞ്ഞ് ദൃശ്യമികവോടെ അബൂയിത വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഋതു ഇരുട്ടത്ത് നിന്നിട്ട് ആരും കാണാതിരിക്കാൻ വേണ്ടി. ഓക്കെ, നമുക്ക് നോക്കാം ഇനി ആരാവും ജയിക്കുക. നിങ്ങൾ കണ്ടോളൂ. സെൻട്രൽ ലൈൻ, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്ത ഈ ഗ്രൗണ്ടിൽ സെൻട്രൽ ലൈന് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ അതാ കളിയുടെ മികവ് പോയെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ ഒരു പോയിന്റ്, ഒരു പോയിന്റ്. അതാ അത് എത്തൂല മതിൽ. അത് അങ്ങനെ അടിക്കട്ടെ, മതിൽ പൊളിയും. അപ്പൊ കുറെ റൂൾസ് ഉണ്ട്, ഫുൾ റൂൾസ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഷട്ടിൽ വ്ലോഗ് ഇതോടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓക്കെ, സോ എന്തായിരിക്കും അബുവിന്റെ ആ ഒരു ഷട്ടിൽ? ഋതുവിന്റെ കടന്നടി. ഋതുവിടെ കടന്നടിക്കുകയാണ്. ഓക്കെ, അതൊന്നും പറ്റില്ല. ആകെ ലെഫ്റ്റ് പോയിന്റ്, ആകെ മൈനസ് വരും. ഇപ്പൊ ഋതുവിന്റെ പോയിന്റ് അവന് 0.